ഭാര്യ കോകില ജീവിതത്തിന്റെ ഭാഗമായ ശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടൻ ബാല. കോകിലയെ വിവാഹം ചെയ്ത ശേഷം അമ്മയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം ഒരുമിച്ച് കിട്ടിയെന്നാണ് ബാല പറയുന്നത്. എന്നാൽ കോകിലയുമായുള്ള രക്തബന്ധം ഏത് രീതിയിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ നടൻ തയ്യാറായില്ല. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാലയ്ക്കൊപ്പം ഭാര്യ കോകിലയും പങ്കെടുത്തിരുന്നു. തൻ്റെ മാമൻ്റെ മകളാണ് കോകില. പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷനാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്. കോകിലയും ചെറിയ ആളല്ല, വലിയ കുടുംബത്തിലെ അംഗമാണ്. തങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കോകിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് താൻ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ബാല പറഞ്ഞത്. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോകിലയുടെ അച്ഛൻ്റെ ആഗ്രഹമാണെന്നും ബാല പറയുന്നു. കോകിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. 17 വയസ്സ് മുതൽ താൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ താൻ കോകിലയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു. അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം 10 ദിവസം താൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് കോകിലയുടെ സ്നേഹം താൻ മനസ്സിലാക്കിയത്. ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ ഒപ്പം വേണം. എൻ്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും. കോകില വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞത്. ബാലയെക്കുറിച്ച് കോകിലയും സംസാരിച്ചു. ചെറിയ പ്രായം മുതൽ താൻ ബാലയെ പ്രണയിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ ബാലയെ ഹീറോ ആയിട്ടാണ് താൻ നോക്കിയിരുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. ചെറുപ്പം മുതൽ കാണുന്നത് കൊണ്ട് ബാലയെ നന്നായി തനിക്കറിയാമെന്നും ബാല അറസ്റ്റിലായ ദിവസം താൻ ഒരുപാട് വിഷമിച്ചുവെന്നും അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് അന്ന് തങ്ങൾ ഭക്ഷണം കഴിച്ചത് പോലുമെന്നും കൊച്ചിയിലെ വീട്ടിലേക്ക് എപ്പോഴും ആളുകൾ സഹായം ചോദിച്ചു വരുമെന്നും കോകില പറയുന്നു. അറസ്റ്റിലായ ദിവസം പോലും നിരവധി പേർ വന്നിരുന്നു. അന്നും ഒരാൾക്ക് മകളുടെ സ്കൂൾ ഫീസ് കൊടുത്ത ശേഷമാണ് ബാല പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ബാലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. സുഹൃത്ത്, അച്ഛൻ എന്ന നിലയിലെല്ലാം ബാല വളരെ നല്ലയാളാണ്. വാക്കുകളിൽ പറയാൻ തനിക്ക് അറിയില്ല എന്നാണ് കോകില ബാലയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. അതേസമയം ബാലയുടെ ആദ്യ ജീവിത പങ്കാളി ഗായിക അമൃത സുരേഷ് ആയിരുന്നു. അതൊരു പ്രണയ വിവാഹവുമായിരുന്നു. എന്നാൽ അതിനു മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ളതായി അടുത്തിടെ പ്രചരിച്ചിരുന്നു. അതിൽ സത്യമില്ലെന്നാണ് ബാല പറയുന്നത്. അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് ഡോക്ടറായ എലിസബത്ത് ഉദ്ദീനായിരുന്നു. ബാല എലിസബത്തുമായുള്ള വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 1 വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധം ബാല അവസാനിപ്പിച്ചു. സ്ഥിരമായി ബാലയുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള എലിസബത്തിനെ ബാലയുടെ കൂടെ കാണാതായതോടെയാണ് എലിസബത്ത് എവിടെ എന്ന ചോദ്യം ഏവരും ബാലയോട് ചോദിച്ചു തുടങ്ങിയത്. എന്നാൽ അന്നൊന്നും അതിന് കൃത്യമായ ഒരു മറുപടി ബാല നൽകിയില്ല. അടുത്തിടെയാണ് എലിസബത്ത് തൻ്റെ കൂടെയില്ല, വേർപിരിഞ്ഞു എന്ന കാര്യം ബാല വെളിപ്പെടുത്തിയത്. എന്നാൽ ഒരിക്കലും എലിസബത്തോ ബാലയോ എന്താണ് പിരിയാനുള്ള കാര്യമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എലിസബത്ത് യൂട്യൂബ് ചാനലും മറ്റുമായി സോഷ്യൽ മീഡിയയിൽ ഇന്ന് സജീവമാണ്. എലിസബത്തിന് ശേഷമാണ് ബാലയുടെ മാമൻ്റെ മകളായ കോകില നടൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. 1 വർഷമായി കൊച്ചിയിൽ ബാലയ്ക്കൊപ്പം കോകില താമസിക്കുന്നുണ്ട്. പക്ഷേ അടുത്തിടെയാണ് ഇരുവരും ഔദ്യോഗികമായി വിവാഹിതരായത്. വിവാഹത്തോടെ കൊച്ചി ഉപേക്ഷിച്ച ബാല ഇപ്പോൾ വൈക്കത്താണ് കോകിലയ്ക്കൊപ്പം താമസിക്കുന്നത്. വൈക്കത്ത് കായലിനോട് ചേർന്ന് മനോഹരമായ ഒരു വീട്ടിലാണ് ബാലയുടെയും കോകിലയുടെയും താമസം. കഴിഞ്ഞ ദിവസം താൻ കൊച്ചി വിടാനുണ്ടായ കാരണവും ബാല വെളിപ്പെടുത്തിയിരുന്നു.